ഹായ്. ലെഗ് വർക്കൗട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ക്വാട്ട്. സ്ക്വാട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യാം. ബാക്ക് പെയിൻ വരാനും മറ്റു ഇഞ്ചറികൾ വരാനൊക്കെ വളരെ സാധ്യത കൂടുതലുള്ള ഒരു വർക്കൗട്ടാണ് സ്ക്വാട്ട്. ശരിയായ രീതിയിൽ എങ്ങനെ സ്ക്വാട്ട് ചെയ്യാം അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ വർക്കൗട്ടിന് നമ്മോടൊപ്പം ഒരാളും കൂടെയുണ്ട്. എൻ്റെ വർക്കൗട്ട് പാർട്ണറും ഫോർമർ മിസ്റ്റർ മലപ്പുറവുമായ പിക്കറോ. ഹായ്. എന്നാ തുടങ്ങല്ലേ? നമ്മൾ ചെയ്യുന്നത് ഫ്രീ ബാർ സ്ക്വാട്ടാണ്. ബാർ എടുത്തിട്ട് നമ്മളെ ചെസ്റ്റിൻ്റെ ഹൈറ്റിൽ സെറ്റ് ചെയ്യാം. ഇതങ്ങനെ കുനിഞ്ഞിട്ട് നമുക്ക് ബാറ് ഇങ്ങനെ പ്രയാസമില്ലാതെ ഷോൾഡറിൽ വെക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിൽ. ഇത് സ്ക്വാട്ട് ചെയ്യുന്നത് നമുക്ക് കാണിക്കുന്നത് എൻ്റെ വർക്കൗട്ട് പാർട്ണർ റോപ്പാണ്. ബാർ ഷോൾഡറിൽ വെക്കുമ്പോൾ കുറച്ച് താഴേക്കാക്കി വെക്കാം. കാല് കുറച്ച് വൈഡാക്കി വെച്ചിട്ട് ചെറിയ ചെരിവാണ് കാല് മുൻഭാഗം കുറച്ചിങ്ങനെ പുറത്തേക്ക് വെക്കും. ഇരിക്കുമ്പോൾ നമ്മൾ കാല് മുന്നോട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ അതേ ആംഗിളിലാണ് നമ്മൾ കാല് മുട്ട് പോകേണ്ടത്. സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മളെ കാൽമുട്ടുകൾ കൂടുതൽ മുന്നോട്ട് പോകാൻ പാടില്ല, പുറകോട്ട് വരാൻ പാടില്ല. നമ്മളെ വിരലുകളുടെ അത്രയും കാലിൻ്റെ മുട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് എപ്പോൾ ഇങ്ങനെ പിടിക്കണം. ബാക്കിലോട്ട് സ്വിച്ച് ഇങ്ങനെ ബെൻഡായിട്ട് നിൽക്കണം. ഇരിക്കുമ്പോഴും പൊങ്ങുമ്പോഴും ബാക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ ബെൻഡായിട്ടുണ്ടാവും. കൈ പിടിക്കുന്നതിന് പ്രത്യേക ഒരു അകലത്തിൽ പിടിക്കാമെന്നില്ല. നമുക്ക് ചെയ്യാൻ കംഫർട്ടായ രീതിയിൽ എങ്ങനെ ചെയ്യാൻ നമുക്ക് കൈ പിടിക്കാം. ചിലർക്ക് പിടിക്കാൻ കുറച്ച് വൈഡാക്കി പിടിച്ചാലും ചെയ്യാം, ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയാം. ചിലർ ചെയ്യുമ്പോൾ കൈ കുറച്ച് അടുത്ത് പിടിക്കേണ്ടി വരും. നമുക്ക് എങ്ങനെ ചെയ്യാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിക്കാം. ഓക്കെ, പറ്റും. സ്ക്വാട്ട് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ എന്താ നോക്കുന്നത്. സ്ക്വാട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇഞ്ചുറി വരാൻ സാധ്യത കൂടുതലുള്ളതായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം സ്ക്വാട്ട് ചെയ്യാൻ. പിന്നെ വർക്കൗട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം, കമൻറ്റ് ചെയ്യാം, വിളിക്കാം. മറ്റൊരു വർക്കൗട്ട് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ സാധാരണ പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.